നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറുറ്റ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണ BJP-യും CPM-ഉം തമ്മിൽ, ഇടതുപക്ഷവും BJP-യും തമ്മിൽ വലിയ പോരാട്ടം നടത്തി, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഒരു കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ ഇത്തവണ ചില കളികൾ, ചില തന്ത്രങ്ങൾ മെനയാൻ തീരുമാനിച്ചിരിക്കുന്നു BJP. ഇക്കുറി 2025-ൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനന്തപുരിയുടെ ഭരണസാരിഥ്യം തങ്ങൾ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് BJP-യുടെ കണക്കുകൂട്ടൽ. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് BJP-യുടെ നേതൃത്വം. കോൺഗ്രസ് ആകട്ടെ കഴിഞ്ഞ തവണ 9 സീറ്റിൽ ഒതുങ്ങിപ്പോയതിന്റെ ക്ഷീണം തീർക്കാൻ ഇത്തവണ വലിയ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. ആദ്യമായി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും കോൺഗ്രസ് തന്നെയാണ്. മുൻ MLA ആയ KS ശബരിനാഥനെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പിന്നാലെ BJP വിട്ടുകൊടുത്തില്ല. VV രാജേഷ്, BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന VV രാജേഷ് നിലവിൽ കോർപ്പറേഷൻ കൗൺസിലറുമാണ്. VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി BJP തൊട്ടു പിന്നാലെ പ്രഖ്യാപനം നടത്തി. KS ശബരിനാഥനെ നേരിടാൻ VV രാജേഷ്. നല്ല ഒരു പോരാട്ടത്തിനുള്ള കളമാണ് തിരുവനന്തപുരത്ത് ഒരുങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് വലിയ ശക്തമായ രീതിയിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാകുന്നത് അത് BJP-ക്കാണ്. മറ്റൊന്നും കൊണ്ടല്ല, BJP-ക്ക് കഴിഞ്ഞ തവണ 5 മുതൽ 7 വരെ സീറ്റുകൾ നിസാര വോട്ടുകൾക്കാണ് നഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു വോട്ടിന് നഷ്ടപ്പെട്ട ഒരു സീറ്റുണ്ട്, 2 വോട്ടിന് നഷ്ടപ്പെട്ട ഒരു വാർഡുണ്ട്. അപ്പോൾ 5 മുതൽ 7 വരെ വാർഡുകൾ വളരെ നിസ്സാരമായ വോട്ടുകൾക്ക് BJP-ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ BJP വരാതിരിക്കാൻ വേണ്ടി CPM-ന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ക്രോസ് വോട്ടിംഗ് ആണ് BJP സ്ഥാനാർത്ഥി പരാജയപ്പെടാനുള്ള കാരണം. ഇക്കുറി കോർപ്പറേഷൻ പിടിക്കാനുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി, വലിയ മത്സരാവേശത്തോടു കൂടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, UDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ 102ഓളം വരുന്ന വാർഡുകളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും കോൺഗ്രസും UDF-ഉം നിയോഗിക്കുക. അപ്പോൾ പരാജയം എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ല, വിജയമാണ്. 52 സീറ്റുകൾ വിജയിച്ച് കയറുക, 51 സീറ്റുകൾ അല്ലെങ്കിൽ 52 സീറ്റുകൾ വിജയിച്ച് കയറുക, അങ്ങനെ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക. ആ സാഹചര്യത്തിൽ ഒരു ക്രോസ് വോട്ടിങ്ങിനുള്ള സാധ്യതകൾ ഇക്കുറി വിരളമാണ്. കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും CPM-ന്റെ വോട്ട് CPM പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് ഗുണം ചെയ്യുന്നത് BJP-ക്കാണ്. BJP-ക്ക് അവരുടെ കൃത്യമായ വോട്ടുകൾ വീഴുകയും BJP-യുടെ വികസന രാഷ്ട്രീയത്തിന്, നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ഒക്കെ കിട്ടുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ BJP കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെട്ട 5 മുതൽ 7 വരെ വാർഡുകൾ തിരിച്ചു പിടിക്കുകയും കുറച്ചുകൂടെ കൂടുതൽ വാർഡുകൾ BJP-ക്ക് അനുകൂലമായി വിധി എഴുതുകയും ചെയ്യും. KS ശബരിനാഥനെ നേരിടാൻ VV രാജേഷ്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ BJP-യുടെ ഭരണത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇക്കുറി വലിയ സംശയമൊന്നും വേണ്ട. എന്തായാലും BJP വിജയപ്രതീക്ഷയിൽ തന്നെയാണ്, തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അലസമായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് ഇക്കുറി ഭരണം പിടിക്കാനുള്ള ആ ആർജവത്തോടു കൂടി, മുന്നൊരുക്കത്തോടു കൂടി വരുന്നതിനെ BJP വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. കഴിഞ്ഞ തവണ BJP ജയിക്കാതിരിക്കാൻ ക്രോസ് വോട്ട് ചെയ്ത് BJP-യെ പരാജയപ്പെടുത്തിയ, CPM-നെ, ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച വാർഡുകളിൽ ഇത്തവണ ആ മര്യാദയ്ക്ക് അന്തസ്സായി കോൺഗ്രസ് UDF മത്സരിക്കുകയാണെങ്കിൽ ആ വാർഡുകൾ BJP-യുടെ പോക്കറ്റിലിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.